وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على رسول المجتبى والحبيب المصطفى وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹനിറഞ്ഞ വിദ്യാർത്ഥികളെ, ഉമ്മപെങ്ങന്മാരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഇസ്ലാമിക കഥാപ്രസംഗമാണ്. ഞങ്ങളുടെ കഥയുടെ പേര് പടക്കളത്തിലെ പടക്കുതിര. അതെ, പടക്കളത്തിലെ പടക്കുതിര. അൽഹംദു പാടി തുടങ്ങാം നാം തമ്പുരാനെ, ലോകം അജബിനാലെ തീർത്തവനാം ഖാദിറല്ലാഹ്, ഖാദിറല്ലാഹ്. അകവും പുറവും അറിയുന്നോൻ, ഉൾപ്പൊരുളെല്ലാം കാണുന്നോൻ. റാഹിമേ യാ റാസിഖേ, റാഹിമേ യാ റാസിഖേ. 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാന്തം ലോകമെങ്ങും ഗോത്രസ്പന്ദ. അറബികളായിരുന്നു അക്കാലഘട്ടത്തിലെ സാമൂഹികവും സൗഹാർദ്ദവും നഷ്ടപ്പെട്ട കൂട്ടർ. ബനു കൽബയും ബനു നബിയും അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ 2 ഗോത്രങ്ങളാണ്. കൽബ ഗോത്രത്തിലെ പ്രമുഖനായ ഹാരിസിന്റെയും സൗദയുടെയും മകനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. കേവലം 8 വയസ്സ് മാത്രം പ്രായമുള്ള സെയ്ദിനെ അവർ കളിക്കാനൊന്നും വിട്ടില്ല. കേവലം തുള്ളിച്ചാടി നടക്കേണ്ട, കളിച്ചു മാത്രം നടക്കേണ്ട 8-ാം വയസ്സിൽ സെയ്ദിനെ അവർ കളിക്കാൻ വിട്ടില്ല. എങ്ങനെ അവർ സെയ്ദിനെ കളിക്കാൻ വിടും? എങ്ങും ക്രൂരതയുടെയും വഞ്ചനയുടെയും കണ്ണുകൾ. അങ്ങനെ ഒരു ദിവസം അവർ സെയ്ദിനെ കളിക്കാൻ വിട്ടു. അങ്ങനെ ലബിയെന്നൊരു ഗോത്രം കൽബയെ ചതിക്കുന്ന കാണുന്നതാ സെയ്ദിനെ അവിടം. ഉരത്തുന്ന പിടിക്കാനും ലബിയുടെ നേതാവും പിടിക്കുവാനായി ഒരുങ്ങിടുന്നേ. വിറക്കുന്ന ചെയ്തോരും ചാടുന്ന ദൂരമിൽ പിടിക്കുന്ന ലബി അവർ ചെയ്തോരേ. വിട്ടല്ലോ വിട്ടല്ലോ ലബിയ കുട്ടിയെ വിട്ടിടുന്നേ. വിട്ടല്ലോ വിട്ടല്ലോ ലബിയ കുട്ടിയെ വിട്ടിടുന്നേ. പെട്ടെന്നാണ് ലബിയ ഗോത്രം കൽബ ഗോത്രത്തെ ആക്രമിച്ചത്. അവരുടെ ആയുധപ്പുരകളും അവരുടെ മറ്റു സാധനങ്ങളും ഒക്കെ കൊള്ളയടിച്ചതിനു ശേഷം അവരുടെ കോട്ടഗോത്രങ്ങളിലേക്ക് അവർ നടന്നു നീങ്ങി. അവർ പറഞ്ഞു, അവിടെ ഒരു കുട്ടി, നമുക്ക് അവനെ പിടിക്കാം. എവിടേക്കാരെന്ന് അറിയാത്ത ബാലൻ അവരുടെ കൈ പിടിച്ച് നടന്നു നീങ്ങി. അവരവനെ അങ്ങനെ ചന്തയിൽ കൊണ്ടുപോയി വിട്ടു. അങ്ങനെയാണ് ആ സംഭവം നടന്നത്. എന്താണെന്നല്ലേ? കുട്ടിയെ വാങ്ങുന്ന ഖദീജ ബിവി ഒരു നബിയോടും വളർത്തിടുവാൻ. കാണുന്ന നബി അവർ മകനെ പോലെ, വളർന്ന് ചെയ്തവരും നബിയിലുമായി. കാണിക്കുന്ന നബിയും റഹ്മത്തിന്റെ മഴയും ചെയ്തവർ ആസ്വദിച്ചു. ഇത് കണ്ട് ചെയ്തവരും അറിയാതെ ചോദിക്കുന്നു, മാ അജബാ ഫീക്, മാ അജബാ ഫീക്. കുട്ടിയെ വാങ്ങിച്ചത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ പ്രവാചകന്റെ പ്രിയപത്നി ഖദീജയുടെ സഹോദരിയായിരുന്നു ആ കുട്ടിയെ വാങ്ങിച്ചത്. അവരത് ഖദീജയുടെ വിവാഹ സമയത്ത് ഖദീജയ്ക്ക് വിവാഹ സമ്മാനമായി നൽകി. എന്നിട്ട് പറഞ്ഞു, ഖദീജ, ഞാൻ നിനക്ക് വിവാഹ സമയത്ത് ഒന്നും തന്നിട്ടില്ലല്ലോ, നീ ഇവരെ എടുത്തുകൊള്ളണം. ഖദീജ ബീവി ആ കുട്ടിയെ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ചെന്നു. നബിയെ, അങ്ങ് ഈ കുട്ടിയെ വളർത്തുക, കാരണം അങ്ങാണല്ലോ ഇതിന് ഉത്തമൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയിൽ നിന്നും ആ കുട്ടിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു, സ്നേഹത്തോടെ ലാളിച്ചു, ഓമനിച്ചു വളർത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു പൊന്നോമന മകനെ പോലെയും സെയ്ദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൊന്നുപ്പ പോലെയുമായി മാറി. കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആ സംഭവം നടന്നത്. എന്താണെന്നല്ലേ? ഹാരിസോവർ പറയുന്നേ റസൂലുള്ളാഹി, റസൂലുള്ളാഹി. സെയ്ദോവന്റെ മകനാ റസൂലുള്ളാഹി, റസൂലുള്ളാഹി. സെയ്ദോവർ പിണങ്ങുന്ന ഹാരിസിനോടായിട്ട് പിണങ്ങില്ല നബിയോരെ ഒരു നേരം മകളെ പറയുന്ന ഹാരിസോരും എന്റെ കൂടെ വരുവാൻ. ഹാരിസോവർ ഹാരിസോവർ പറയുന്നേ റസൂലുള്ളാഹി, റസൂലുള്ളാഹി. സെയ്ദോവന്റെ മകനാ ഹബീബുള്ളാഹി, ഹബീബുള്ളാഹി. പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ ഹാരിസ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. നബിയെ, അങ്ങയുടെ കയ്യിലുള്ള സെയ്ദിന്റെ മകനാണ്.
അങ്ങ് എത്ര കാശ് കൊടുത്തുകൊണ്ടാണോ അവർ ചന്തയിൽ നിന്ന് വാങ്ങിച്ചത് അതിന്റെ ഇരട്ടിപ്പണം അങ്ങക്ക് ഞാൻ നൽകാം, മറിച്ച് സെയ്ദിനെ എനിക്ക് നൽകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദ് നിന്റെ മകനാണെങ്കിൽ നീ അവരെ എടുത്തുകൊള്ളൂ. മറിച്ച് സെയ്ദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോകാൻ അവിടുന്ന് മനസ്സനുവദിച്ചതേയില്ല. അന്നേരം ഹാരിസ് സെയ്ദിനോടായി പറഞ്ഞു, സെയ്ദേ. ഹാരിസും പറഞ്ഞു, സെയ്ദേ നിന്റെ ഉമ്മ ഇവിടം വിഷമം, സെയ്ദും മുരത്തുന്നെ ബാപ്പ, അല്ലാമീൻ സബറിനുടമ. ഹാരിസും പറഞ്ഞു, സെയ്ദേ നിന്റെ ഉമ്മ ഇവിടം വിഷമം, സെയ്ദും മുരത്തുന്നെ ബാപ്പ, അല്ലാമീൻ സബറിനുടമ. സെയ്ദേ, നീ കാണുന്നില്ലേ നിന്റെ ഉപ്പയല്ലേ ഇവിടെ നിൽക്കുന്നത്? നിന്റെ അഴപ്പേ, നിന്റെ ഉമ്മയെ നീ കാണുന്നില്ലേ? നേരങ്ങൾ പറ്റാത്ത എത്ര രാത്രികളായി അവൾ നിന്നെ ഓർത്ത് കരയുന്നു സെയ്ദേ. നീ ഇതൊന്നും കാണുന്നില്ല സെയ്ദേ. സെയ്ദ് എന്നാലും പൊട്ടിത്തെറിച്ചു, ഇല്ല പാപ്പ, എനിക്കാവില്ല പാപ്പ, അല്ലാമീനെ വിട്ടുപിരിയാൻ എനിക്ക് ആവില്ല പാപ്പ, എന്നെ ആക്ഷേപിക്കരുത് പാപ്പ, എന്നെ നിർബന്ധിപ്പിക്കരുത് പാപ്പ. എല്ലാം ഞാൻ ഓർക്കുന്നു, എന്റെ ഉപ്പയെ, എന്റെ അഴപ്പേ, എന്റെ ഉമ്മയെ, അതെല്ലാം ഉപരി നാം സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അല്ലാമീനെ വിട്ടുപിരിയാൻ എന്നെ കൊണ്ട് ആവില്ല പാപ്പ. ഇത് കേട്ടപ്പോൾ ഹാരിസ് പറഞ്ഞു, എങ്കിൽ ശരി, ഞാനിത് പോയി നിന്റെ ഉമ്മയോട് പറയാം, അത് കേട്ടവൾ സന്തോഷിക്കുമായിരിക്കുമല്ലോ. കാലചക്രം വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. ഖദീജ ബീവി, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പെട്ടെന്നാണ് ആ സംഭവം ഉണ്ടായത്. എന്താണെന്നല്ലേ? സഹിച്ചിടുന്നേ സെയ്ദും പ്രയാസങ്ങളെ മുത്തുനബിയുടെ കൂടത പോയിടുന്നേ, സഹിച്ചിടുന്നേ സെയ്ദും പ്രയാസങ്ങളെ മുത്തുനബിയുടെ കൂടത പോയിടുന്നേ. നടത്തി ചെയ്തോരും യുദ്ധങ്ങൾ ഒടുവിൽ ചെയ്തോരും കരഞ്ഞിടുന്നേ. സന്തോഷത്തിന്റെ ദിനങ്ങൾ മാത്രം എണ്ണിത്തീർത്ത സെയ്ദിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ആ ദിവസം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊട്ടന്മാരും ചട്ടന്മാരും കല്ലെറിഞ്ഞോടിച്ച ത്വായിഫിന്റെ ഭൂമികയിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയി. അവിടെ നിന്ന് കാലിൽ നിന്ന് ഒഴിച്ചു വന്ന രക്തങ്ങൾ സെയ്ദിന്റെ ടവൽ കൊണ്ടായിരുന്നു തുടച്ചു നീക്കിയത്. ബദറിലും ഉഹദിലും വമ്പൻ പോരാട്ടങ്ങൾ നടത്തിയ സെയ്ദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ പേടി സ്വപ്നമായി മാറി. എന്നാലും സെയ്ദ് റളിയല്ലാഹു അൻഹു ഇപ്പോഴും തേങ്ങുകയാണ്. കാരണം എന്താണെന്നല്ലേ? പറഞ്ഞിടുന്നേ സെയ്ദിനു സഹാബ പോരടിക്കാൻ പറഞ്ഞിടുന്നേ, അജബിലായി ചെയ്തൊരണങ്ങള് അങ്ങയുടെ അസുവ കണ്ട് പറഞ്ഞിടുന്നേ. ചെയ്തൊരും യുദ്ധത്തിൽ ചെയ്തായാൽ കാണുകില്ല മുത്തുനബിയെ ഒരിക്കലും, കരയുന്ന ചെയ്തോരും വിതുമ്പുന്ന ചെയ്തോരും. സുവർണ സുന്ദര ദിനമോ ഉത്തമ ദിനമോ നാളിത് വീശും സുന്ദര ദിനമോ സുന്ദരമേ. സുവർണ സുന്ദര ദിനമോ ഉത്തമ ദിനമോ നാളിത് വീശും സുന്ദര ദിനമോ സുന്ദരമേ. പറഞ്ഞിടുന്നേ സെയ്ദിനു സഹാബ പോരടിക്കാൻ പറഞ്ഞിടുന്നേ, അജബിലായി ചെയ്തൊരണങ്ങള് അങ്ങയുടെ അസുവ കണ്ട്. മൂത്തത്തെ യുദ്ധത്തിൽ പ്രവാചകൻ സെയ്ദിനോടായി പറഞ്ഞു, സെയ്ദ്, ഈ യുദ്ധത്തിൽ നീ ഇറങ്ങി യുദ്ധം ചെയ്യണം, കാരണം ഈ യുദ്ധത്തിൽ നീ ഷഹീദാകും. സെയ്ദ് പേടിച്ചത് മാറി നിന്നു. എന്ത്, ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാകുമെന്നോ? ഇത് കണ്ട് സഹാബാക്കളുടെ കൂട്ടം വന്നുകൊണ്ട് ചോദിച്ചു, സെയ്ദ്, നീ എത്രക്കും ഭീരുവാണോ സെയ്ദ്? നിന്റെ ബദറിലെ മുതൽ വമ്പ പോരാട്ടങ്ങൾ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ കരുതി നീ വല്ല ധീരനാണെന്ന്, മറിച്ച് നീ ഒരു ഭീരുവാണോ സെയ്ദ്? സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല സഹാബാക്കളെ, ഞാൻ ഭീരുവൊന്നുമല്ല, ഞാൻ ധീരനൊക്കെ തന്നെയാണ്. പ്രവാചകന്റെ വാക്കുകളാണ്, ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാകും. പ്രവാചകന്റെ വാക്കുകൾ കാലത്തിന്റെ കരിപ്പിടങ്ങളെ പോലെ മറച്ചു നീക്കാൻ പറ്റുന്നതാണ് സഹാബാക്കളെ. പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിച്ചില്ല. തന്റെ വാളും അവിടെ കിടന്ന വെള്ളക്കുതിരയിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് മൂത്തത്തിന്റെ രണാങ്കളത്തിലേക്ക് ചീറിപ്പാഞ്ഞുകയാണ്. പെട്ടെന്ന് റോമസൈനികനിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അതാരാണ് ആ പുതുമുഖം? അപ്പോൾ ആൾ പറഞ്ഞു, അത് സെയ്ദാണ്, സെയ്ദ്, പടക്കളത്തിലെ പടക്കുതിര. അവരെ തളയ്ക്കാൻ ആരെ കൊണ്ടുമാവില്ല, ആര് വിചാരിച്ചാലും അവരെ കൊന്നെടുക്കാൻ സാധിക്കില്ല. റോമസൈന്യാധിപൻ പറഞ്ഞു, എന്നാൽ വേറെ എന്തെങ്കിലും ആവട്ടെ, അവരെ പെട്ടെന്ന് തളയ്ക്കണം, എന്തെങ്കിലും പോകുമ്പഴി പറയും. റോമസൈന്യാധിപനോട് ഉപസൈന്യാധിപൻ പറഞ്ഞു, കഴിയില്ല രാജാവ്, അവരെ തളയ്ക്കാൻ ആരെ കൊണ്ടുമാവില്ല. 2 ലക്ഷം പോരുന്ന റോമൻ സൈനികരുടെ മുന്നിൽ തിരിഞ്ഞുകൊണ്ട് സെയ്ദ് പറഞ്ഞു, എടാ, ധൈര്യമുള്ള ഒരുവരുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് ഈ സെയ്ദിനോട് യുദ്ധം ചെയ്യടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ദിവസം ഈ യുദ്ധത്തിൽ ഷഹീദാകുമെന്നാണ്. ധൈര്യമുണ്ടെങ്കിൽ, ഒരു മോനുണ്ടെങ്കിൽ വന്ന് യുദ്ധം ചെയ്യടാ.
ഇത് കണ്ട റോമ സൈന്യം അത്ഭുതപ്പെട്ടുകൊണ്ട് അവർ അമ്പ് വിടാൻ തുടങ്ങി. സെയ്ദ് റളിയല്ലാഹു എല്ലാം തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഒരു പാറ പോലെ അറച്ചു നിന്നു. പിന്നീട് സെയ്ദ് റളിയല്ലാഹു തന്റെ സൈന്യത്തോട് അവരെ ആക്രമിക്കാൻ ആജ്ഞാപിക്കുകയും സെയ്ദ് റളിയല്ലാഹു തന്റെ വാളെടുത്ത് റോമ സൈന്യാധിപന്മാരുടെ തലകൾ വായിൽ വെട്ടിക്കോരി എറിയുമ്പോഴാണ് പിറകിൽ നിന്നും ഒരാൾ ആഞ്ഞു വെട്ടി ആ നേതാവ് പിടഞ്ഞ് മൂത്തതിന്റെ രണാങ്കളത്തിൽ വീഴുകയാണ്. ആ ഒരു ധീര നേതാവ് നമ്മെ എന്നേക്കുമായി പിരിയുകയാണ്. മരുഭൂമിയിൽ ഒരു മലർ കുളിർ വാരി വിരിച്ച മണിമുത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹ് ഇരുളിന്റെ ജഗമതിൽ വെളിച്ചങ്ങൾ പരത്തിയ വിഷയ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സുവർണലിപികളാൽ ഉല്ലേഖനം ചെയ്ത സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരകഥ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.